ഡിസംബർ മാസമായിരുന്നു. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ കഴിഞ്ഞതേയുണ്ടായിരുന്നുള്ളൂ. അടുത്ത ടേം തുടങ്ങാൻ 2 ആഴ്ചത്തെ അവധിയുള്ളതിനാൽ ഞാനും മീരയും റോഷനും വിഷ്ണുവും കൂടി വയനാട്ടിലെ കാടിനുള്ളിലുള്ള ഒരു പഴയ കോട്ടയിലേക്ക് ട്രെക്കിങ്ങിന് പോകാൻ തീരുമാനിച്ചു. ആ സ്ഥലം ശപിക്കപ്പെട്ടതാണെന്നും പ്രേതബാധയുണ്ടെന്നും നാട്ടുകാർക്കിടയിൽ കഥകളുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഞങ്ങൾ കാര്യമാക്കിയില്ല. രാത്രി ക്യാമ്പ് ചെയ്യാനുള്ള സാധനങ്ങളും ഒരു ഗ്യാസ് സ്റ്റൗവും എടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ യാത്ര തിരിച്ചു. വയനാട്ടിലെ കോടമഞ്ഞും തണുത്ത കാറ്റും മലകയറ്റത്തിൻ്റെ ക്ഷീണമകറ്റി. ഉച്ചയ്ക്ക് 1 മണിയോടെ ഞങ്ങൾ കോട്ടയുടെ വലിയ കവാടത്തിലെത്തി. അവിടെയുണ്ടായിരുന്ന ചില ആളുകളെ ഞങ്ങൾ പരിചയപ്പെട്ടു. അവർ വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിച്ചതെങ്കിലും രാത്രി അവിടെ തങ്ങാനാണ് ഞങ്ങളുടെ പദ്ധതിയെന്നറിഞ്ഞപ്പോൾ അവരുടെ മുഖം മങ്ങി. ഇരുട്ടിയാൽ ആരും അവിടെ നിൽക്കാറില്ലെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ കോട്ടയുടെ പ്രവേശന കവാടത്തിലുള്ള പഴയ ഭഗവതി ക്ഷേത്രത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്യാൻ അവരിലൊരാൾ ഉപദേശിച്ചു. ദേവിയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് അവിടെ ദുഷ്ടശക്തികൾ വരില്ലെന്നായിരുന്നു അവരുടെ വിശ്വാസം. ഉച്ചതിരിഞ്ഞ സമയം വളരെ മനോഹരമായിരുന്നു. കോട്ടയ്ക്ക് മുകളിൽ നിന്നുള്ള പശ്ചിമഘട്ടത്തിൻ്റെ കാഴ്ച അതിഗംഭീരമായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ആ പഴയ കോട്ട മുഴുവൻ ചുറ്റിക്കണ്ടു. അവിടെ വെള്ളമെടുക്കാൻ പാകത്തിൽ പഴയ ഒരു വലിയ കുളം ഞങ്ങൾ കണ്ടെത്തി. വൈകുന്നേരം 6 മണിയോടെ പകൽ വെളിച്ചം മങ്ങിത്തുടങ്ങി. നാട്ടുകാരെല്ലാം മലയിറങ്ങി. ഞങ്ങളുടെ സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്ക് മാറ്റിയിരുന്നു. പെട്ടെന്ന് റോഷനും വിഷ്ണുവിനും കുളത്തിലൊന്ന് കുളിക്കണമെന്ന് തോന്നി. വെള്ളം കണ്ടിട്ട് വലിയ തെളിച്ചമില്ലാത്തതുകൊണ്ട് ഞാൻ പടവുകളിൽ തന്നെ ഇരുന്നു. അപ്പോഴാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. വെള്ളത്തിൽ എന്തോ ഒന്ന് കാലിൽ പിടിച്ച് വലിക്കുന്നെന്ന് പറഞ്ഞ് വിഷ്ണു പെട്ടെന്ന് അലറി വിളിച്ചു. അവൻ എങ്ങനെയോ കുതറിമാറി പടവുകളിലേക്ക് കയറി വന്നു. അവൻ്റെ മുഖം വിളറിയിരുന്നു. വെള്ളത്തിനടിയിലുള്ള താമരവള്ളികളിൽ കാല് കുടുങ്ങിയതാകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ സമാധാനിപ്പിച്ചു. ഇരുട്ടുന്നതിന് മുൻപ് അവിടെ നിന്ന് മാറാൻ തീരുമാനിച്ചു. ക്ഷേത്രത്തിലേക്ക് തിരികെ നടക്കുമ്പോൾ വിഷ്ണു വിറയ്ക്കാൻ തുടങ്ങി. അകത്തെത്തുമ്പോഴേക്കും അവൻ്റെ പല്ലുകൾ കൂട്ടിയിടിക്കുകയും നല്ല പനി പിടിക്കുകയും ചെയ്തു. നല്ല ആരോഗ്യവാനായ അവന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഞങ്ങൾ വേഗം ശ്രീകോവിലിനടുത്തായി അവനെ കിടത്തി ഒരു പുതപ്പിതപ്പിച്ചു. പനിക്കുള്ള മരുന്നും കൊടുത്തു. കുറച്ചുനേരം എന്തൊക്കെയോ പുലമ്പിയതിന് ശേഷം അവൻ നല്ല ഉറക്കത്തിലേക്ക് വീണു. പുറത്ത് തീ കായാമെന്ന ഞങ്ങളുടെ പദ്ധതിയൊക്കെ അതോടെ പൊളിഞ്ഞു. പകരം ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ കഞ്ഞിയും പയറും ഉണ്ടാക്കി കഴിച്ചു. രാത്രി 10 മണിയോടെ ക്ഷീണിതരായ ഞങ്ങൾ വാതിലിനടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരം സ്വാഭാവികമായും പ്രേതകഥകളിലേക്ക് തിരിഞ്ഞു. അന്ധവിശ്വാസങ്ങളെ എപ്പോഴും കളിയാക്കുന്ന റോഷൻ ഇത്തവണയും ഞങ്ങളെ പുച്ഛിച്ചു. തൻ്റെ ധൈര്യം തെളിയിക്കാൻ കുളത്തിൻ്റെ അടുത്തേക്ക് പോയി ഒരു സിഗരറ്റ് വലിച്ചിട്ട് അരമണിക്കൂറിനുള്ളിൽ തിരികെ വരാമെന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് പോയി. സമയം കടന്നുപോയി. ഞാനും മീരയും പേടിയോടെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. 11:45 റോഷനെ കാണാതായപ്പോൾ ദേഷ്യവും അതിലേറെ പേടിയും തോന്നി. ഞങ്ങൾ ടോർച്ചുമെടുത്ത് കുളത്തിനടുത്തേക്ക് ഓടി. അവിടെ കുളക്കടവിൽ അനക്കമില്ലാതെ കിടക്കുന്ന റോഷനെയാണ് ഞങ്ങൾ കണ്ടത്. ആദ്യം അവൻ ബോധം കെട്ടു വീണതാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ മുഖം കണ്ടപ്പോൾ എൻ്റെ രക്തം മരവിച്ചുപോയി.
അവൻ്റെ കണ്ണുകൾ തുറിച്ചു നിൽക്കുകയായിരുന്നു. മുകളിലെ കൂരിരുട്ടിലേക്ക് നോക്കി ശരീരം മരവിച്ച അവസ്ഥയിലായിരുന്നു അവൻ. പേടിച്ച് ഞങ്ങൾ അവനെ ശക്തിയായി കുലുക്കി വിളിച്ചു. പെട്ടെന്ന് ഞെട്ടിയുണർന്ന അവൻ കിതയ്ക്കുകയും വിയർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വിറയ്ക്കുന്ന ശബ്ദത്തിൽ അവൻ സംഭവിച്ചത് പറഞ്ഞു. സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് ചുറ്റും വല്ലാത്ത തണുപ്പ് അനുഭവപ്പെട്ടു. ആരോ തന്നെ തുറിച്ചു നോക്കുന്നതുപോലെ തോന്നിയെങ്കിലും ഞങ്ങൾ അവനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്നാണ് അവൻ കരുതിയത്. എന്നാൽ പെട്ടെന്ന് ഐസുപോലെ തണുത്ത അഴുകിയ ഒരു കൈ അവൻ്റെ കഴുത്തിനു പിന്നിൽ അമർന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ അവൻ കണ്ടത് കീറിയ ഒരു ചുവന്ന പട്ടുസാരിയുടുത്ത ഒരു സ്ത്രീയെയാണ്. വികൃതമായ മുഖവും പാറിപ്പറന്ന മുടിയുമുള്ള അവൾ ഭയാനകമായി അവനെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവനൊന്നും ഓർമ്മയില്ല. ഞാൻ അവൻ്റെ കഴുത്തിലേക്ക് ടോർച്ച് അടിച്ചു നോക്കി. കറുത്ത നിറത്തിൽ 3 വിരലുകളുടെ പാടുകൾ അവിടെ വ്യക്തമായി കാണാമായിരുന്നു. പേടിച്ചു വിറച്ച ഞങ്ങൾ അവനെയും വലിച്ച് ക്ഷേത്രത്തിലേക്ക് ഒറ്റയോട്ടമായിരുന്നു. ഉള്ളിൽ കയറിയ ഉടനെ കട്ടിയുള്ള ആ തേക്കുവാതിൽ ഞങ്ങൾ അടച്ചുപൂട്ടി. സമയം പുലർച്ചെ 12:30. വിഷ്ണു അപ്പോഴും ഒരു മൂലയിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾ തറയിലിരുന്നതും വാതിലിൽ ഒരു ചെറിയ മുട്ട് കേട്ടു. പിന്നെ ഒന്നുകൂടി. പതുക്കെ ആ മുട്ട് വാതിലിലും ജനലുകളിലുമുള്ള ഉച്ചത്തിലുള്ള ഇടിയായി മാറി. ഒരു സ്ത്രീയുടെ ശബ്ദം ഞങ്ങളെ അസഭ്യം പറയുകയും പുറത്തിറങ്ങാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പേടിച്ചു വിളറിയ റോഷൻ ജനലിൻ്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കി. മുറ്റത്ത് ആരുമുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഭയാനകമായ നിലവിളിയും അലർച്ചയും ചുറ്റും കേൾക്കാമായിരുന്നു. ഈ ആക്രമണം 20 മിനിറ്റോളം നീണ്ടുനിന്നു. പിന്നെ പെട്ടെന്ന് നിന്നു. ഒരു ആശ്വാസം തോന്നിയപ്പോഴേക്കും വീണ്ടും മുമ്പത്തേക്കാൾ ഭയാനകമായി അത് തുടങ്ങി. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു. ഞങ്ങൾ വല്ലാതെ ഭയന്നുപോയിരുന്നു. പുറത്തുള്ള ആ ദുഷ്ടശക്തിക്കും ഞങ്ങൾക്കും ഇടയിലുള്ള ഒരേയൊരു തടസ്സം ആ കൽമതിലുകളും ദേവിയുടെ വിഗ്രഹവും മാത്രമായിരുന്നു. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒടുവിൽ രാവിലെ 6 മണിക്ക് സൂര്യനുദിച്ചപ്പോൾ വീണ്ടും വാതിലിൽ ഒരു മുട്ട് കേട്ടു. ഇത്തവണ ഒരു സാധാരണ മനുഷ്യൻ്റെ ശബ്ദമാണ് കേട്ടത്. ഞാൻ പതുക്കെ ജനൽ തുറന്നു. എനിക്ക് ആശ്വാസം കൊണ്ട് കരയാൻ തോന്നി. അത് രാവിലത്തെ പൂജകൾക്കായി വന്ന ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. ഞങ്ങൾ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. രാത്രി നടന്ന ഭയാനകമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ഗൗരവത്തോടെ തലകുലുക്കി. രാത്രി ആ കോട്ടയിൽ എന്തോ ഒരു ദുഷ്ടശക്തി ഇറങ്ങി നടക്കാറുണ്ടെന്നും ക്ഷേത്രത്തിനുള്ളിൽ കയറിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലെ ഏറ്റവും അത്ഭുതമായ കാര്യം വിഷ്ണുവിൻ്റെ അവസ്ഥയായിരുന്നു. നല്ല ഉന്മേഷത്തോടെയാണ് അവൻ രാവിലെ എഴുന്നേറ്റത്. പനിയോ ക്ഷീണമോ അവനുണ്ടായിരുന്നില്ല. കുളത്തിൽ മുങ്ങിമരിക്കാൻ പോയതോ രാത്രിയിലെ പനിയോ ക്ഷേത്രത്തിന് പുറത്തു നടന്ന ആ ഭീകര സംഭവങ്ങളോ ഒന്നും അവന് ഓർമ്മയുണ്ടായിരുന്നില്ല. ഞങ്ങൾ വേഗത്തിൽ സാധനങ്ങളെടുത്ത് മലയിറങ്ങി. റോഷൻ ആകെ മാറിയിരുന്നു. അവൻ പിന്നീട് ഒരിക്കലും അമാനുഷിക കാര്യങ്ങളെ പുച്ഛിച്ചിട്ടില്ല. അവൻ്റെ കഴുത്തിലെ ആ കറുത്ത പാടുകൾ മാറാൻ ഒരാഴ്ചയെടുത്തു. ഞാനും മീരയും ഇപ്പോഴും ഇടയ്ക്ക് കാണാറുണ്ട്. സംസാരം എപ്പോഴും ചെന്നെത്തുന്നത് ആ രാത്രിയിലാണ്. ആ തേക്കുവാതിലുകൾ അന്ന് തകർന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നോർത്ത് ഇപ്പോഴും ഞങ്ങൾ ഭയപ്പെടാറുണ്ട്.